So in this video, we are going to discuss how to solve EOQ problems. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് EOQ കാൽക്കുലേഷൻ ഒക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A factory requires 2000 units of materials for an year. Cost of carrying 1 unit is ₹1. Then cost of placing an order is ₹10. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ആനുവലി നമുക്ക് വേണ്ടുന്ന ആനുവൽ കൺസംഷനാണ് 2000 യൂണിറ്റ്സ്. കാരണം ഫോർ ആൻ ഇയർ എന്നല്ല, 2000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഫോർ ആൻ ഇയർ, ദാറ്റ് ഇസ് ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. ഒരു വർഷത്തേക്ക് നമുക്ക് 2000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ആണ് വേണ്ടത്. ഈ 2000 കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യാറേ ഇല്ല. എങ്കിൽ നമ്മൾ അറ്റ് എ ടൈം എത്ര യൂണിറ്റ്സ് ഓർഡർ ചെയ്യണം എന്നാണ് EOQവിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓർഡർ ചെയ്ത് കീപ്പ് ചെയ്യണം. നമ്മുടെ എയിം എന്താണ്? ഇൻ ഓർഡർ ടു മിനിമൈസ് ദി കോസ്റ്റ്. EOQ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റിഫേഴ്സ് ടു ദി quantity of materials to be purchased at one time to minimize the cost. അപ്പോൾ ഒറ്റ തവണ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്? നമ്മുടെ എയിം എന്താണ്? വി നീഡ് ടു മിനിമൈസ് ദി കോസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പറയാം EOQ is the point at which ordering cost and the carrying cost will be at the lowest. സാധാരണ ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സഞ്ചരിക്കുന്നതാണ്, ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവാറുണ്ട്, അത് രണ്ടും ലോവസ്റ്റിലാവാറുണ്ട്. അപ്പോൾ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? EOQ എന്നും പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് EOQ. ദെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദി ഇയർ. അതായത് 2000 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യണം? കാരണം 2000 പല തവണകളിലായിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്. എത്ര തവണയായിട്ടാണ് ഈ 2000 യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. പിന്നീട് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്, 2 ഓർഡറുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് 2 months ആണോ 1 month ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് EOQ. അപ്പോൾ EOQൻ്റെ ഫോർമുല റിക്കളക്ട് ചെയ്യുക. എന്താ EOQൻ്റെ ഫോർമുല? EOQ ഈക്വൽസ്, ദാറ്റ് ഇസ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി, ഈക്വൽസ് √2CO ഡിവൈഡഡ് ബൈ I. 2CO മീൻസ് 2 into C into O ഡിവൈഡഡ് ബൈ I. ഇനി ഇതിൻ്റെ ഓരോ വേരിയബിൾസിൻ്റെ വാല്യൂസ് നോക്കാം. സി എന്ന് പറഞ്ഞാൽ എന്താ? ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. ആനുവൽ മീൻസ് 1 year കൺസംഷൻ. അത് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഒരു വർഷം അവർക്ക് എത്ര യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയലാണ് പ്രൊഡക്ഷന് വേണ്ടി വേണ്ടതെന്ന്. 2000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലാണ് അവർക്ക് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് O മീൻസ് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പം എത്ര രൂപയാവും? അത് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എത്ര എന്നാ? കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ 10 രൂപ. സോ O is ₹10. പിന്നീട് ക്യാരിയിങ് കോസ്റ്റും ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് I എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഒരു വർഷത്തേക്ക് ഒരു യൂണിറ്റിന് എത്ര രൂപ ക്യാരിയിങ് കോസ്റ്റ് ആവും? അത് ₹1. എല്ലാം ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങ് സോൾവ് ചെയ്താൽ പോരെ. So in this question, C equals 2000, O ordering cost per order is ₹10 and I means I എന്നുള്ള പേര് കേൾക്കുമ്പം തെറ്റിപ്പോവരുത്. I എന്ന് പറയുന്ന ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഒരു യൂണിറ്റിന് ഒരു വർഷത്തേക്ക് ₹1 ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. EOQ ഈക്വൽസ് √2CO എന്നല്ലേ. സോ 2 into 2000 into 10 over 1. 1 എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ വരും? 2 into 2000 into 10 is 40,000 ഡിവൈഡ് ബൈ 1. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അതായത് √40,000 എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് അറ്റ് എ ടൈം ഓർഡർ ചെയ്യേണ്ടത്? 2000 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് ഒരു വർഷത്തെ കൺസംഷന്. അപ്പോൾ 2000 യൂണിറ്റ് ഒരുമിച്ചോ അല്ലെങ്കിൽ 1000 യൂണിറ്റ് ഒരുമിച്ചോ ഒന്നും ഓർഡർ ചെയ്യാൻ പാടില്ല. പിന്നീട് നമ്മുടെ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ, അതായത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എല്ലാം ലോവസ്റ്റ് പോസിബിൾ ലെവലിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ എത്ര യൂണിറ്റ്സ് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ? 200 യൂണിറ്റ്സ് നമ്മൾ അറ്റ് എ ടൈം ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇതനുസരിച്ചായിരിക്കും കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എങ്കിൽ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ. എങ്കിൽ എത്ര ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം? കാരണം 200 യൂണിറ്റ്സ് നമുക്ക് പോരാ. അറ്റ് എ ടൈം 200 യൂണിറ്റ്സ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ടോട്ടൽ 2000 യൂണിറ്റ്സ് വേണ്ടേ? അപ്പോൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ ഈക്വൽസ്, ഫോർമുല ഉണ്ടായിരുന്നല്ലോ, ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസംഷൻ എത്ര? നമുക്ക് ഒരു വർഷത്തേക്ക് 2000 യൂണിറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ,
ഡിവൈഡഡ് ബൈ അറ്റ് എ ടൈം എത്ര യൂണിറ്റ്സ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ 200 യൂണിറ്റ്സ്. സോ വി നീഡ് ടു പ്ലേസ് 10 ഓർഡേഴ്സ്. 10 ഓർഡർ പ്ലേസ് ചെയ്യണം. ഒരുമിച്ചല്ല, ഒരു ടൈം ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ 10 ഓർഡർ, ഒരു ഓർഡറിൽ 200 യൂണിറ്റ് ആണ് കൊണ്ടുവരുന്നത്. അങ്ങനെ 10 ഓർഡർ നടത്തുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്? 2000 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്. അടുത്തതായിരുന്നു ക്വസ്റ്റ്യൻ. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ, ഇവിടെ നമ്മൾ മന്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ്. എത്ര മാസം ഉണ്ട് ഒരു വർഷം? 12 മന്ത്സ് അല്ലേ, അതാണ് 12 ഡിവൈഡഡ് ബൈ, ഞാൻ ഇങ്ങനെ സ്ലാഷ് ആണ് ഇട്ടേക്കുന്നത്, 12 ഡിവൈഡഡ് ബൈ എത്ര ഓർഡേഴ്സാണ്? 10 ഓർഡേഴ്സ് അല്ലേ ഒരു വർഷം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്ട് ഇവിടെ 10 ഓർഡേഴ്സാണ് നമ്മൾ ടോട്ടലി പ്ലേസ് ചെയ്യുന്നത്. അതാണ് 12 മന്ത്സ് ഡിവൈഡഡ് ബൈ 10 ഓർഡേഴ്സ്. ദാറ്റ് ഇസ് ദ ടൈം ഗ്യാപ്പ് ഇസ് 1.2 മന്ത്സ്. അതായത് 1.2 മന്ത്സിന് ശേഷം നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. വീണ്ടും 1.2 മന്ത്സിന് ശേഷം അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ 10 ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി തന്നെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The information given in this question is quarterly demand 875 യൂണിറ്റ്സ്. ക്വാർട്ടർലി ഡിമാൻഡാണ് 875 യൂണിറ്റ്സ്. ഒരു വർഷത്തെ ഡിമാൻഡ് അല്ല കേട്ടോ. പിന്നീട് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3.60 റുപ്പീസ്. പിന്നീട് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ₹5. ഇതൊരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ്. പിന്നീട് സ്റ്റോറേജ് കോസ്റ്റ് തന്നിട്ടുണ്ട് 3% പെർ ആനം. പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട് 10% പെർ ആനം. ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ നിന്നും ഏതാണ് സി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സി മീൻസ് ആനുവൽ കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽ. ഒരു വർഷത്തേക്ക് എത്ര യൂണിറ്റ്സ് ആണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്, അതാണ് സി. പിന്നീട് ഒ വേണം, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 5 രൂപയെന്ന്. പിന്നീട് ക്യാരിയിങ് കോസ്റ്റ് ആണ് നമുക്ക് ഡയറക്റ്റ്ലി തരാത്തത്. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റിൽ ഞാൻ കുറേ ഐറ്റംസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ആദ്യം ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്ന് ഓർത്തോണം. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു യൂണിറ്റിന് ഒരു വർഷത്തേക്ക് എത്ര രൂപയാവുമെന്ന്. അതാണ് ക്യാരിയിങ് കോസ്റ്റ്. കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക്. സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഫോർഗോൺ ഉണ്ടാവും. കാരണം നമ്മൾ കുറച്ച് എമൗണ്ട് ഈ റോ മെറ്റീരിയലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ റോ മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ, അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ഈ പൈസ ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയേനെ. ആ ഇൻട്രസ്റ്റ് ഇപ്പം കിട്ടുന്നില്ല. അത് ഇൻട്രസ്റ്റ് ഫോർഗോൺ, അതും ഒരു കോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ക്യാരിയിങ് കോസ്റ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെയും EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ, ദെൻ ടോട്ടൽ ആനുവൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് EOQ ചെയ്യാം. EOQൻ്റെ ഫോമുല ആദ്യം എഴുതുക. EOQ ഈക്വൽസ് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. C മീൻസ് ആനുവൽ കൺസംഷൻ. അത് നമ്മൾ എത്ര യൂണിറ്റ്സാണ് ഒരു വർഷം നമുക്ക് വേണ്ടത്, പ്രൊഡക്ഷന് വേണ്ടി എത്ര യൂണിറ്റ്സ് ആണ് വേണ്ടതെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 875 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് അവേ അതെടുത്തങ്ങ് എഴുതരുത്. കാരണം നമുക്ക് വേണ്ടുന്ന ആനുവൽ കൺസംഷൻ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ക്വാർട്ടർലി കൺസംഷനാണ്. ഒരു ക്വാർട്ടറിൽ 875 യൂണിറ്റ്സ് എങ്കിൽ ഒരു വർഷം എത്ര ക്വാർട്ടറാണുള്ളത്? ക്വാർട്ടർ മീൻസ് 3 മന്ത്സ് ചേരുന്നതാണ് ഒരു ക്വാർട്ടർ. അതുപോലെ എത്ര ക്വാർട്ടർ ഉണ്ടാവും? 4 ക്വാർട്ടർ അല്ലേ? അങ്ങനല്ലേ 3 മന്ത്സ് ചേരുന്നതാണ് ഒരു ക്വാർട്ടർ. അതേപോലെ 4 ക്വാർട്ടർ ഉണ്ടാവും. 3 times 4 ദാറ്റ്സ് ഈക്വൽ ടു 12 മന്ത്സ്. അപ്പോൾ ഒരു ക്വാർട്ടറിലാണ് 875 എങ്കിൽ 4 ക്വാർട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ കൺസംഷൻ കിട്ടും. സോ ഒരു വർഷം 3500 യൂണിറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, പിന്നീട് അപ്പോൾ സി കിട്ടിയല്ലോ. അപ്പോൾ സി തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്ട്രെയിറ്റ് അവേ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഉടനെ തന്നെ 875 എന്നങ്ങ് എഴുതി വെക്കും. നിങ്ങൾക്ക് ആൻസർ റോങ് ആയി തീരും. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. 875 ഫോർ 1 ക്വാർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം 4 ക്വാർട്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എത്ര വരും? ഒരു വർഷത്തെ കൺസംഷൻ എന്ന് പറയുന്നത് 3500 യൂണിറ്റ്സ് ആണ്. സി എപ്പോഴും ആനുവൽ കൺസംഷനാണ്. O means ordering cost for 1 order, that is ₹5. It is straight away given in your question. Next is I. I എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലോട്ട് വരിക. I എന്ന് പറയുന്നത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഒരു യൂണിറ്റിന് ഒരു വർഷത്തേക്ക് എത്ര രൂപ. പക്ഷെ ക്യാരിയിങ് കോസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ്ലി തന്നിട്ടില്ല കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലൊന്നും. നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന്.
ഒരെണ്ണം സ്റ്റോറേജ് കോസ്റ്റാണ്. അത് നമ്മൾ വാങ്ങിയ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എത്ര, അതായത് ഗോഡൗണിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര പെർസെൻറ്റേജ് കോസ്റ്റ് ഉണ്ടാവും എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് ഇസ് 3%. അതായത് നമ്മൾ വാങ്ങി വെക്കുന്ന മെറ്റീരിയലിന് 3% സ്റ്റോറേജ് കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പം നമ്മൾ വാങ്ങുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതും ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഇവിടെ ഒരു യൂണിറ്റിൻ്റെ എടുക്കാൻ പാടുള്ളൂ. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലയോ, അപ്പോൾ അത് മറക്കാൻ പാടില്ല, പെർ യൂണിറ്റിൻ്റെ ആണ്. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റും ഒരു യൂണിറ്റിൻ്റെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 3.60 ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റോറേജ് കോസ്റ്റ് 3% എന്നാണ്, 3% എന്നല്ലായിരുന്നു പറയുന്നത്. സ്റ്റോറേജ് കോസ്റ്റ് 1 സെക്കൻഡ്, സ്റ്റോറേജ് കോസ്റ്റ് 3% ആണ്. ഞാൻ അവിടെ റോങ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 3% ആണ്, 10 അല്ല, ഇറ്റ് ഇസ് 3%. 3% ആണ് സ്റ്റോറേജ് കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്, 3.60 ഫോർ 1 യൂണിറ്റ്. സോ ദി സ്റ്റോറേജ് കോസ്റ്റ് വിൽ ബി 3.60 ഇൻറ്റു 3%, ദാറ്റ് ഇസ് 0.108 ആണ് ഒരു യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റ് നമുക്ക് ഫോഗോ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതും നമ്മളൊരു കോസ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, ഒരു യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 3.60 അല്ലേ, അതിന് 10% ഇൻട്രസ്റ്റ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഇൻട്രസ്റ്റും ഒരു കോസ്റ്റായിട്ട് വേണം കരുതാൻ. അതും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ 2 ക്യാരിയിങ് കോസ്റ്റാണ് ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. വൺ ഇസ് സ്റ്റോറേജ് കോസ്റ്റ് ആൻഡ് ദി അതർ വൺ ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് എഴുതണ്ട, ഇൻട്രസ്റ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇൻട്രസ്റ്റ് 3.60ക്ക് 10% വെച്ച് എത്ര രൂപയാവും, 0.36 റുപ്പീസ്. അങ്ങനെ ടോട്ടൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ഇസ് 0.468. ഒരു യൂണിറ്റിനാണ് 0.468. അപ്പോൾ ഈ 3.60 ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് 3.60. നമുക്ക് ഒരു യൂണിറ്റിൻ്റെത് മതി ക്യാരിയിങ് കോസ്റ്റ്, അതുകൊണ്ടാണ് ഒരു യൂണിറ്റ് വെച്ച് ചെയ്യുന്നത്. സ്റ്റോറേജ് കോസ്റ്റ് 3% ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, 10%. അങ്ങനെയാണ് 0.468 സ്റ്റോറേജ് കോസ്റ്റ് വന്നത്, ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന എല്ലാ വേരിയബിൾസും കിട്ടി. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇഒക്യൂയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇഒക്യു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2CO എന്നല്ലേ, 2 C എന്ന് പറയുന്നത് 3,500 യൂണിറ്റ്സ് ടൈംസ് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഇസ് ₹5 ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു, 0.468. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 2 into 3,500 into 5 gives you 35,000 divided by 0.468. റൂട്ട് 74,786.324 എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 273.47 യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ഡെസിമൽ, അതായത് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ അല്ലേ, അങ്ങനെ ആയിട്ട് നമുക്ക് സ്റ്റോക്കിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഡെസിമലിൽ കാണിക്കില്ല, അതിനെ റൗണ്ട് ഓഫ് ചെയ്തേ കാണിക്കാൻ പാടുള്ളൂ, ഒരു ഹോൾ നമ്പറായിട്ടേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 273 യൂണിറ്റ്സ്. ഡെസിമലിൽ ഒരിക്കലും ഇഒക്യൂനെ കാണിക്കാൻ പാടില്ല, കാരണം നമുക്ക് കുറച്ച് കാൽ ഭാഗം മെറ്റീരിയൽ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും അതിനൊരു ഹോൾ നമ്പറിലേ കാണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് 273 യൂണിറ്റ്സ് എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇഒക്യു കിട്ടി. അറ്റ് എ ടൈം നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് ഓർഡർ ചെയ്യേണ്ടത്, 273 യൂണിറ്റ്സ്. ടോട്ടൽ ഒരു വർഷം നമുക്ക് 3,500 യൂണിറ്റ്സ് ആണ് വേണ്ടത്. പക്ഷേ 3,500 കൂടെ ഒരുമിച്ചെടുത്ത് ഓർഡർ ചെയ്യൽ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സ്റ്റോറേജ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും ഓർഡറിങ് കോസ്റ്റിനെയും ഒക്കെ ലോവസ്റ്റ് പോസിബിൾ ലെവലിൽ കൊണ്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഓർഡർ ഓൺലി 273 യൂണിറ്റ്സ് അറ്റ് വൺ ടൈം. ഓക്കെ, ഇതേപോലെ പല പ്രാവശ്യം ഓർഡർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരുന്നത് അതിൽ തന്നെ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ. അതെങ്ങനെയാണ്, ഒരു വർഷം നമുക്ക് 3,500 യൂണിറ്റ്സ് വേണം. പക്ഷേ അറ്റ് എ ടൈം എത്ര യൂണിറ്റ്സ് ഓർഡർ ചെയ്യാവുള്ളൂ, 273. എങ്കിൽ എത്രയോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം, അതായത് ആനുവൽ കൺസംഷൻ 3,500 ഡിവൈഡഡ് ബൈ 273, ദാറ്റ്സ് ഈക്വൽ ടു വി നീഡ് ടു പ്ലേസ് 13 ഓർഡേഴ്സ്. 13 ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ടൈം ഗ്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ഗ്യാപ്പ് കണ്ടുപിടിക്കാം. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത
ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. അത് ചെയ്യുമ്പോഴത്തേക്കും എത്ര ആണ് നമ്മുടെ ടൈം ഗ്യാപ്പ് എന്ന് കിട്ടും. അത് ഡേയ്സിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മന്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. അതായത് ടോട്ടൽ എത്ര രൂപയാണ് നമ്മൾ മെറ്റീരിയലിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക്. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. എത്ര യൂണിറ്റ്സ് ആണ് വേണ്ടത് ഒരു വർഷത്തേക്ക്? 3500 യൂണിറ്റ്സ്. ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചാവും? 3.60 റുപ്പീസ് നമ്മൾ സപ്ലയറിന് പേ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 12,600 റുപ്പീസ് മെറ്റീരിയൽ കോസ്റ്റായിട്ട് സപ്ലയറിന് പേ ചെയ്യണം. പിന്നീട് ഇത് കൂടാതെ ഏതൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്? ക്യാരിങ് കോസ്റ്റും ഉണ്ട്, ഓർഡറിങ് കോസ്റ്റും ഉണ്ട്. ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് എന്നല്ലേ പറയുന്നത്, ഇഒക്യുടെ ആവറേജ്, അതായത് 273യുടെ ഹാഫ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സ്റ്റോറേജ് കോസ്റ്റും ഇൻട്രസ്റ്റും കൂടെ ചേരുന്നത് 0.468, അങ്ങനെ 65 റുപ്പീസ് വന്ന്. ഓക്കെ. പിന്നീട് ഓർഡറിങ് കോസ്റ്റ് എങ്ങനെ വരും? ഒരു ഓർഡറിന് 5 രൂപ. അതുപോലെ എത്ര ഓർഡർ വേണം ഒരു വർഷം? എത്ര ഓർഡറാണ് നമ്മൾ ടോട്ടലി പ്ലേസ് ചെയ്യുന്നത്? 13 ഓർഡേഴ്സ് അല്ലേ? അങ്ങനെ 12 ഇൻറ്റു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 63.88. അങ്ങനെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആവുന്നുണ്ട്? സപ്ലയറിന് കൊടുക്കുന്ന 12,600, പിന്നീട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും, അങ്ങനെ ടോട്ടൽ മെറ്റീരിയലിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 12,728.88 റുപ്പീസ്. റുപ്പീസൊക്കെ നമുക്ക് ഡെസിമലിൽ എഴുതാം. EOQ ചെയ്യുമ്പോൾ മാത്രമേ, അതായത് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ ഡെസിമലിൽ എഴുതാൻ പാടില്ല. ഓക്കെ. കാരണം നമുക്ക് ഹാഫോ അല്ലെങ്കിൽ 1/4 അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റില്ല എന്ത് സ്റ്റോക്കുകൾ, അത് മെറ്റീരിയൽസ് ഒന്നും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു.